ഇപ്പം ഫാലിമിയിൽ നിന്ന് നോക്കുമ്പോൾ ഇത് ഭയങ്കര വ്യത്യസ്തമായ ഒരു മൂഡാണ്. മൊത്തത്തിൽ ഇപ്പൊ ഇറങ്ങിയ പാട്ടാണ് തന്നെ മൊത്തത്തിൽ ഒരു ആഘോഷമുണ്ട് സിനിമയിൽ. അങ്ങനെ തന്നെ ആയിരുന്നു സെറ്റിലും. അപ്പൊ അതേ ആഘോഷം നമുക്ക് തിയേറ്ററിലും കാണാം. അല്ല, ആഘോഷം ഞാൻ ശരിക്കും ആഘോഷിക്കും. ഇപ്പൊ ഫാലിമിലെ ജഗദീശേട്ടന്റെ കഥാപാത്രം എടുക്കുകയാണെങ്കിൽ ആ കഥാപാത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അയാൾ തുടർന്ന് വരുന്ന ഒരു രീതികൾ, അതുപോലെ എന്തെങ്കിലും ഇവരുടെ രണ്ടുപേരെയും കഥാപാത്രത്തിന് അങ്ങനെ എന്തെങ്കിലും നമുക്ക് എടുത്തു പറയാവുന്ന ഒരു സ്പെഷ്യാലിറ്റി? തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഷറഫുവിനെ ഐഷുവിനെയും നമ്മുടെ പ്രത്യേകിച്ച് ഇവരുടെ കോംബോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ. അപ്പം എന്താ പറയുന്നത്, ഇപ്പൊ ഓൾറെഡി ട്രോളൊക്കെ ഇറങ്ങുന്നവര് പഴയ വില്ലൻ നായികനെ സ്വന്തമാക്കി അങ്ങനെയൊക്കെ സംസാരിക്കണം. ആക്ച്വലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമുണ്ട്. അതുപോലെ തന്നെ സിനിമയ്ക്കകത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും രണ്ടുപേരും ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരു നോർമൽ ഒരു റിയലിസ്റ്റിക് സിനിമയും ഒരു ഫാന്റസി അല്ലെങ്കിൽ ഈ ജോണറിലുള്ള ഒരു സിനിമയും തമ്മിൽ ആക്ട് ചെയ്യുമ്പോഴും ബിഹേവ് ചെയ്യുമ്പോഴും ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം കുറച്ച് വ്യത്യസ്തമായിട്ട് ഈ ബോർഡറിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ കുറച്ചങ്ങോട്ട് മാറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഓവറായി, പക്ഷെ രണ്ടുപേർക്കും അത് മെയിൻറ്റെയിൻ ചെയ്യാനും രണ്ടുപേരും പൊളിച്ചിട്ടുണ്ട്. ഞാനത് ചോദിക്കാൻ വരുന്നത് എന്തുകൊണ്ട്, കാരണം നമ്മളൊരു ഇപ്പൊ പലരും പറഞ്ഞിട്ടുണ്ട് എഴുതുമ്പോൾ തന്നെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അഭിനയിക്കേണ്ടവർ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പം എന്തുകൊണ്ട് സാഞ്ചോടെ ആയിരുന്നോ അതോ നിങ്ങളുടെ വൈശാഖിനെയും സാഞ്ചോടെയും കൂടി തീരുമാനമായിരുന്നു? കൂട്ടായ തീരുമാനമാണ്. കൂട്ടായ തീരുമാനം. നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിയുമ്പോഴത്തേക്കും ആരാണ് ഓപ്ഷൻസ് എടുക്കും, അതിൻ്റെ അകത്ത് ആരാണ് ആപ്റ്റ് ആയിട്ടുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് ഹ്യൂമർ വർക്കാക്കാൻ സാധിക്കുന്ന ഒരു ആക്ടർ വേണം. ഞങ്ങൾക്ക് മസ്റ്റായിട്ട് തിയേറ്റർ ഹ്യൂമർ വർക്കാകണം, പ്ലസ് ഇമോഷണൽ കാര്യങ്ങൾ കറക്റ്റായിട്ട് മീറ്റർ പിടിച്ച് പോകാനേ സാധിക്കണം. പറഞ്ഞില്ല, ഈ ഫാന്റസി ഹ്യൂമർ എന്ന് പറയുന്ന ജോണറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എപ്പോൾ വേണേലും നമുക്ക് പാളാവുന്ന ഒരു ജോണറാണ്. ആ സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് ഈ മീറ്റർ പിടിക്കാൻ പറ്റുന്ന ആക്ടേഴ്സിനായിരുന്നു ആവശ്യം. അത് രണ്ടുപേരും നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഇനി ബാക്കി പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞിട്ട് തിയേറ്ററിൽ ചിരിക്കുമ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഹ്യൂമർ ചെയ്യാനാണ് ഏറ്റവും പാടുന്നത്. ഇപ്പം ഷറഫിനെ സംബന്ധിച്ചിടത്തോളം ഷറഫ് അത് പ്രൂവ് ചെയ്തിരിക്കുന്ന ആളാണ്. ആദ്യത്തെ സിനിമ തൊട്ട് നമുക്കിപ്പോഴും ഷറഫിനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഗിരിരാജൻ ഓടി വരാറുണ്ട്. അപ്പം അങ്ങനെ തോന്നിയിട്ടുണ്ട് ഷറഫ്? ഇപ്പം ഷറഫ് അങ്ങനത്തെ കഥാപാത്രങ്ങൾ, സഹനടൻ, വില്ലൻ എല്ലാം ചെയ്യുന്നുണ്ട്. ഹ്യൂമർ ചെയ്യാനാണോ ഏറ്റവും പ്രയാസം? ഞാനിപ്പോൾ തുടക്കത്തിൽ അങ്ങനെ വന്നത് കൊണ്ട് എനിക്കത് ഹ്യൂമറാണ് കുറച്ച് ഓക്കെ ആയിട്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഹ്യൂമർ ഉണ്ടാവണം, അത് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും. എന്ന് വെച്ചാൽ നമ്മളല്ലല്ലോ ഹ്യൂമർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സ്ക്രിപ്റ്റിലോ അല്ലെങ്കിൽ ആ സാഹചര്യത്തിലോ അത് ഒരു കോമഡിയുടെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളത് ജസ്റ്റ് അത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ നമ്മൾ വിട്ടുപോകും. അതിപ്പോ ഹ്യൂമർ നല്ല എല്ലാത്തിനും പോകാൻ ഒരു സാധ്യതയുള്ളത് അഭിനയത്തിൽ ഹ്യൂമറിനാണ് എപ്പോഴും തോന്നുന്നത്. നമ്മൾ ആസ്വദിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ആ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അല്ലേ ചോമ? അങ്ങനെ തന്നെയാണ് ഐശുവിനും തോന്നിയത്. കാരണം ഐശു എനിക്ക് ഹ്യൂമർ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ വളരെ കുറവാണ് മലയാളത്തില്. ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേളയില് കുര്യനെ പ്രേമിക്കാൻ അറിയോ? അത് പ്രേമം സിനിമ കഴിഞ്ഞ് ആക്ടറിനോട്, പ്രേമം എന്ന് പറഞ്ഞ ടൈറ്റിൽ വന്ന ആക്ടറിനോട് കുര്യനെ പ്രേമിക്കാൻ അറിയാം. അത് ആ ലൈനിലുണ്ട് കോമഡി. അപ്പൊ ഞാൻ വെറുതെ അത് ചോദിച്ചിട്ട് അങ്ങ് പോയാൽ മതി. അതേപോലെ തന്നെയാണ് ഇതിൽ സിറ്റുവേഷൻസിലുണ്ട് കോമഡി. ചേട്ടൻ ഒരു സീനിൽ ഞങ്ങൾ അഭിനയിക്കുമ്പോൾ, ചേട്ടൻ അഭിനയിക്കുമ്പോൾ ഞാൻ ഭയങ്കര എൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാനത് സീരിയസ് ആയിട്ട് അഭിനയിക്കേണ്ടത്. എന്ന് വെച്ചാൽ റിയൽ സീരിയസ് അല്ല, എൻ്റെ മുഖം കാണുമ്പോൾ ചിരി വരണം എന്നുള്ളൊരു ചെറിയ സാധനമുണ്ട്. അപ്പം അത് ആ ലൈൻ, ആ ഒരു അഭിനയിക്കാനുള്ള ഇത് കിട്ടുന്ന, ആ ഒരു മൂഡ് കിട്ടുന്നത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്ത് വരുമ്പോഴാണ്. പക്ഷെ ചേട്ടനത് അഭിനയിക്കുമ്പോഴത്തേക്ക് ഞാൻ റിയാക്ട് ചെയ്ത് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ ചിരി പൊട്ടിയിട്ടുള്ളതുണ്ട്. അത് ആക്ച്വലി എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു വീഡിയോ ഇരിക്കുന്നുണ്ട്. ആ ഷോട്ട് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചു. എനിക്ക് എൻ്റെ ക്യാരക്ടർ ഹ്യൂമറസ് അല്ല, അതിലുള്ള സിറ്റുവേഷൻസ് ആണ് ഹ്യൂമറസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇവരുടെ എല്ലാവരും ഹ്യൂമർ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്.